നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ചരിത്രം തിരുത്തി കുതിച്ചു വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. അവധി ദിനങ്ങൾ പുഷ്പോത്സവ നഗരി ജനനിമയുടെ ഭാഗം. ജയിലിൽ തുടരും രാഹുൽ മാങ്കൂട്ടലിനെ റിമാൻഡ് കാലാവധി നീട്ടി. പരിധികളായില്ല. അവർ 55 പേർ ഇനി അധ്യാപനത്തിലേക്ക്. തന്ത്രി കണ്ഠരാജവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ SIT അന്വേഷണം. കണ്ണൂർ നഗരത്തിൽ പുലി ഇറങ്ങിയതായി പരാതി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. സമുദ്രമാർഗമുള്ള വ്യാപാരത്തിൻ്റെയും ചരക്കു നീക്കത്തിൻ്റെയും കേന്ദ്രമായി കേരളവും ഇന്ത്യയും മാറുന്ന ചരിത്ര നിമിഷങ്ങളുടെ തുടർച്ചയ്ക്ക് അറബിക്കടലോരം സാക്ഷിയായി. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ശനിയാഴ്ച വൈകിട്ട് 4-ന് വിഴിഞ്ഞത്ത് നടന്ന ചടങ്ങിലാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. തുറമുഖത്തു നിന്നും ഇറക്കുമതിയും കയറ്റുമതിയും സാധ്യമാക്കുന്ന എക്സിം കാർഗോ സേവനങ്ങളുടെ ദേശീയപാത ബൈപ്പാസിലേക്ക് നിർമ്മിച്ച പുതിയ പോർട്ട് റോഡിന്റെയും ഉദ്ഘാടനവും അനുബന്ധമായി നടന്നു. ഒന്നാം ഘട്ടത്തിൽ 8 കോടി രൂപയായിരുന്നു പദ്ധതി ചെലവ്. 10,000 കോടി രൂപയിലധികം നിക്ഷേപമുള്ള രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ മൊത്തം നിക്ഷേപം 18,000 കോടിയായി ഉയരും. തുറമുഖത്തിന്റെ വാർഷിക ശേഷി 15 ലക്ഷം TEU-വിൽ നിന്നും 50 ലക്ഷം TEU വർദ്ധിക്കും. നിലവിലുള്ള ബെർത്ത് 800 മീറ്ററാണ്. 2000 മീറ്ററായി വികസിപ്പിക്കുന്നതിനോടെ രാജ്യത്തെ നീളം കൂടിയ കണ്ടെയ്നർ ബെർത്ത് എന്ന നേട്ടവും സ്വന്തമാകും. 2.25 കിലോമീറ്റർ പുലിമുട്ട് 920 മീറ്റർ കൂടി നിർമ്മിച്ച 388 കിലോമീറ്റർ ആകും. മലയാളികൾക്ക് പൂക്കളോടും പ്രകൃതിയോടുമുള്ള സ്നേഹം നേരിട്ട് കാണണമെങ്കിൽ കണ്ണൂർ പോലീസ് മൈതാനിയിലേക്ക് വാ. നാടെങ്ങും ഒഴുകുകയാണ് കണ്ണൂർ പോലീസ് മൈതാനിയിലെ പുഷ്പോത്സവം കാണാൻ. വെറും പൂക്കൾ കാണാനും ആസ്വദിക്കാനും മാത്രമല്ല, വെള്ളവും മണ്ണും ഇല്ലാതെ കൃഷി ചെയ്യുന്ന നൂതന രീതി മുതൽ പരമ്പരാഗത കൃഷിരീതികൾ വരെ പഠിക്കാനും ഉപയോഗിക്കാനും പ്രാപ്തരാക്കുകയാണ് ജില്ലാ അഗ്രി ഫോർട്ടിക്കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവം. പൂന്തോട്ടം, പച്ചക്കറിത്തോട്ടങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതോടൊപ്പം കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുകയും സംഘാടകരുടെ പ്രധാന ലക്ഷ്യമാണ്. കേരളത്തിന് അകത്തും പുറത്തും നിന്നുമെത്തിയ നഴ്സറി സ്റ്റാളുകളിൽ നിന്നും തിരിയാൻ ഇടമില്ല. വൈവിധ്യമാർന്ന ചെടികളും മറ്റ് നടീൽ വസ്തുക്കളും ഔഷധ സസ്യങ്ങളും വാങ്ങുവാനും നടീൽ രീതി പഠിക്കുവാനും നിരവധി പേരാണ് എത്തുന്നത്. ജൈവവളം, മൺപാത്രങ്ങൾ എന്നിവയുടെ സ്റ്റാളുകളും പുഷ്പോത്സവ നഗരിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികളും മുതിർന്നവരും ചേർന്നുള്ള ഫോട്ടോ സെൽഫി എടുക്കലാണ് 12,000 ചതുരശ്ര അടിയിൽ ഒരുക്കിയ വർണ്ണോദ്യാനത്തിന് ചുറ്റും. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളായ ആർല ഫാം, കരിമ്പം ഫാം, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ, അനറ്റ്, റെക്കോ എന്നിവയുടെ പവലിയനുകളും ഫുഡ് കോർട്ടും കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് പാർക്കും പുഷ്പോത്സവ നഗരിയിലുണ്ട്. ശനിയാഴ്ച ബൊക്കെ നിർമ്മാണം, മെഴുകുതിരിയോടുകൂടി പുഷ്പാലങ്കാരം എന്നിവയിൽ മത്സരവും ഫേസ് പെയിന്റിംഗ് മത്സരവും ആസ്വദിക്കാനാകും. ഒട്ടേറെ പേരാണ് എത്തിയത്. നാട്യ തരംഗിണിയുടെ കുച്ചിപ്പുടിയും തുടർന്ന് കരോക്കെ ഗാനമേളയും അരങ്ങേറി. ഞായറാഴ്ച രാവിലെ 10-ന് സ്വാഗത ബൊക്കെ നിർമ്മാണം, 1 ലീവർ 1 ഫ്ലവർ അറേഞ്ച്മെന്റ് എന്നിവയിൽ മത്സരം നടക്കും. ഉച്ചകഴിഞ്ഞ് 3 മുതൽ മെഹന്തി ഫെസ്റ്റ് ആണ്. 2 പേരടങ്ങുന്ന വനിതകളാണ് ഒരു ടീം. ഫെസ്റ്റ് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന ഉദ്ഘാടനം ചെയ്തു. രാത്രി 7-ന് ശ്രുതിലയ ആലംബരത്തിന്റെ കരോക്കെ ഗാനമേള അരങ്ങേറും. തിങ്കളാഴ്ച രാവിലെ 10 മുതൽ വെജിറ്റബിൾ കാർവിംഗ് മത്സരം നടക്കും. 2 മുതൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ സ്നേഹസംഗമം IRPC ചെയർമാൻ M പ്രകാശൻ ഉദ്ഘാടനം ചെയ്യും. 5 മണിക്ക് കരോക്കെ ഗാനമേള, 7-ന് കൊറ്റാളി ഭാവചരിത കലോക്ഷേത്രത്തിന്റെ ദേവനടനവും അരങ്ങേറും. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ റിമാൻഡ് കാലാവധി നീട്ടി. തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. റിമാൻഡ് നീട്ടണമെന്ന് SIT കോടതിയോട് അപേക്ഷിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കോടതി റിമാൻഡ് കാലാവധി വീണ്ടും നീട്ടിയത്. 3ാമതായി രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ ഈ മാസം 11-ാം തീയതിയാണ് രാഹുലിനെ കോടതി റിമാൻഡ് ചെയ്തത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. ഈ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ റിമാൻഡ് നീട്ടണമെന്ന ആവശ്യവുമായി SIT കോടതിയെ സമീപിച്ചത്. തുടർന്ന് അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ച് റിമാൻഡ് കാലാവധി കോടതി നീട്ടുകയായിരുന്നു. നിലവിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലാണ് രാഹുൽ ഉള്ളത്. ജാമ്യ ഹർജിയിലേക്കുള്ള വാദം ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. അടുത്ത ബുധനാഴ്ച ഇതിൽ വിധി പറയും. കാഴ്ചയുടെ പരിമിതിയെന്ന കടമ്പ മറികടന്നാണ് തലശ്ശേരി പുനിയിൽ വീട്ടിൽ അപർണ ഹൈസ്കൂൾ അധ്യാപനമെന്ന സ്വപ്നത്തിലേക്ക് നടന്നു കയറിയത്.
സഹായമായത് എയ്ഡ് സ്കൂൾ ഭിന്നശേഷി സംവരണ നിയമനം. ദീനുൽ ഇസ്ലാം സഭ ഹൈസ്കൂളിൽ ഗണിത വിഭാഗം ഹൈസ്കൂൾ അധ്യാപികയാണ് അപർണയ്ക്ക് നിയമനം ലഭിച്ചത്. അപർണ ഉൾപ്പെടെ ജില്ലയിലെ ഭിന്നശേഷിക്കാരായ 55 പേർക്കാണ് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് എയ്ഡഡ് സ്കൂൾ ഭിന്നശേഷി സംവരണ നിയമന പ്രകാരം അധ്യാപകരായുള്ള നിയമന ഉത്തരവ് നൽകിയത്. ഓഫീസ് അസിസ്റ്റന്റ് പാർട്ട് ടൈം മീനിയൽ തസ്തികയിൽ 2 പേർക്കും നിയമനം നൽകി. ശിക്ഷസ്ഥത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡി ഷൈനി ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 40% കാഴ്ച പരിമിതിയുള്ള KT അപർണയ്ക്ക് ഗണിതത്തിൽ MSc B.Ed ഉണ്ട്. അമ്മ സുധാറാണി തയ്യൽ തൊഴിലാളിയാണ്. അച്ഛൻ O. അശോകൻ കൂലിപ്പണിക്കാരനും. എന്നാൽ ഈ പരിമിതികളിലും കാഴ്ചയുടെ വെല്ലുവിളിയിലും എല്ലാം നേരിട്ടാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയത്. തിരുവങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് SSLC +2 എന്നിവ പൂർത്തിയാക്കിയത്. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ബിരുദവും ബിരുദാനന്ത ബിരുദവും പൂർത്തിയാക്കി. കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ധർമ്മശാലയിൽ നിന്നും B.Ed നേടി. എയ്ഡ്സ് സ്കൂൾ ഭിന്നശേഷി സംവരണ നിയമനം അപർണയ്ക്ക് ജീവിതത്തിൽ പുതിയ വെളിച്ചമായി മാറുകയാണ്. ചടങ്ങിൽ SSK ജില്ലാ പ്രൊജക്ട് ഓഫീസർ EC വിനോദ് അധ്യക്ഷനായി. വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ KC സുധീർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായ P. ശകുന്തള, V. ദീപ, കണ്ണൂർ DDE ഓഫീസ് ജൂനിയർ സൂപ്രണ്ട് AP സജീവൻ, K. രാജീവൻ, വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ, സ്കൂൾ മാനേജർമാർ എന്നിവർ പങ്കെടുത്തു. ബഡ്സ് ഒളിമ്പിയ കായിക കിരീടം പത്തനംതിട്ടയുടെ മണ്ണിലേക്ക്. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന ബഡ്സ് BRC വിദ്യാർത്ഥികൾക്കായി കുടുംബശ്രീ നേതൃത്വത്തിൽ നടന്ന ബഡ്സ് ഒളിമ്പിയ കിരീടം സ്വന്തമാക്കി പത്തനംതിട്ട. ആവേശകരമായ പോരാട്ടത്തിൽ കൊല്ലവും കണ്ണൂരും ഉയർത്തിയ വെല്ലുവിളിയെ അവസാന ലാപ്പിൽ മറികടന്നാണ് പത്തനംതിട്ട കിരീടത്തിൽ മുത്തമിട്ടത്. കണ്ണൂർ പോലീസ് പരേഡ് സെന്ററിൽ കണ്ട് നടന്ന ഒളിമ്പ്യൻ 71 പോയിന്റാണ് പത്തനംതിട്ട ഓവറോൾ നേടിയത്. 52 പോയിന്റുമായി കൊല്ലം 2ാം സ്ഥാനവും 48 പോയിന്റുമായി ആതിഥേയരായ കണ്ണൂർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കഴിഞ്ഞ വർഷവും കണ്ണൂർ 3ാം സ്ഥാനം നേടിയിരുന്നു. ഇത്തവണ 4 പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് 2ാം സ്ഥാനം നഷ്ടപ്പെട്ടത്. സമാപന ദിനമായ ശനിയാഴ്ച 30 മത്സരങ്ങൾ ആണ് നടന്നത്. രാവിലെ 8:30 ട്രാക്ക് ഉണർന്നപ്പോൾ തൊട്ട് ആവേശകരമായ മത്സരങ്ങൾക്കാണ് പരേഡ് ഗ്രൗണ്ട് സാക്ഷ്യം വഹിച്ചത്. സബ് ജൂനിയർ വിഭാഗത്തിൽ കൊല്ലം ജില്ലയിലെ ശ്രീനന്ദനും, തിരുവനന്തപുരം ജില്ലയിലെ ആദിത്യയും, ജൂനിയർ വിഭാഗത്തിൽ മലപ്പുറം ജില്ലയിലെ മുഹമ്മദ് ഉഫൈസും, പത്തനംതിട്ട ജില്ലയിലെ അമൃതയും, സീനിയർ വിഭാഗത്തിൽ കോട്ടയം ജില്ലയിലെ ശ്രീരാജും, പത്തനംതിട്ട ജില്ലയിലെ ഗൗരികൃഷ്ണയും വ്യക്തിഗത ചാമ്പ്യന്മാരായി. ഹരിതകർമ്മസേന പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് കൊണ്ടാണ് മേള നടന്നത്. സമാപന സമ്മേളനം കോർപ്പറേഷൻ മേയർ P. ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. KV സുമേഷ് MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, പയ്യന്നൂർ നിയോജകമണ്ഡലം MLA TI മധുസൂദനൻ, ജില്ലാ കളക്ടർ അരുൺ K. വിജയം, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ AB ലയിച്ചു, സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസർ P. ബിജു, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ K. ബിജിത്ത് എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശ് സ്വാഗതവും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ നന്ദിയും പറഞ്ഞു. സ്റ്റേജിനടുത്ത് എത്തിച്ചേരേണ്ടതാണ്. ഇവിടെ വിജയിച്ചു കയറിയവരാണ്. നിങ്ങൾക്കറിയാം, ഏറ്റവും അവസാനം വാങ്ങുകയാണ്. തയ്യാറായിരിക്കണം. ഒരു മിനിറ്റ്. ഇവിടെ വിജയിച്ചു കയറിയവരാണ്. നിങ്ങൾക്കറിയാം, ഏറ്റവും അവസാനമായിട്ട് നിറഞ്ഞ മനസ്സോടുകൂടിയുള്ള ആത്മാർത്ഥതയാർന്ന പ്രകടനം. ഇതാ സീനിയർ ബോയ്സ് പരിമളങ്ങൾക്കിടയിലും ദിനേശ് IAS സബ് ജൂനിയർ വിഭാഗം കൊല്ലം ഗേൾസ് ഓഫീസർ ANSI Pro Boys Pro Junior ഷാജി കൊല്ലം. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കണ്ണൂർ നഗരത്തിൽ പുലി ഇറങ്ങിയതായി പരാതി. താണക്ക് മാണികക്കാവിന് സമീപത്താണ് വീട്ടമ്മ പുലിയെ കണ്ടതായി പറഞ്ഞത്. ഇന്ന് വൈകിട്ടാണ് സംഭവം. പ്രദേശത്ത് കാട് പിടിച്ച സ്ഥലമുണ്ട്. ഇവിടേക്ക് പുലി പോയതായാണ് വീട്ടമ്മ പറഞ്ഞത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ കാൽപ്പാടൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കോർപ്പറേഷൻ
മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാദീപക്, കൗൺസിലർ അനിൽകുമാർ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. ഒരു ചപ്പന്റെ പുല്ലിന്റെ ഒരു ഒച്ച ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ഒച്ചയിൽ തിരിഞ്ഞപ്പോ അങ്ങനെ കൂടി ഒരു വാല് കഴിഞ്ഞാൽ ഒരു വെള്ളം ഒരു നരച്ച പോലെ കണ്ടേ, വാലിന്റെ ഭാഗം അടിഭാഗം കഴിഞ്ഞപ്പോ അത് അങ്ങ് എത്തി, അത് പോയി. നല്ല വണ്ണുണ്ട്, ആർത്തേച്ചിയും കണ്ടിരിക്കും അവരും വലുതാ ഞങ്ങൾ വസതിച്ചിനോട് കുറിച്ച് കണ്ടില്ലേ, വലുതാ. ഞാൻ ആദ്യമായിട്ടുള്ള അനുഭവം 15 കൊല്ലം എടുക്കുന്നു. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ പ്രതി തന്ത്രി കണർ രാജീവരുടെ സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും. തട്ടിപ്പിലൂടെ തന്ത്രി സാമ്പത്തിക ലാഭമുണ്ടാക്കി എന്ന് SIT കണ്ടെത്തിയിരുന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും തന്ത്രിയെ ചോദ്യം ചെയ്യും. ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസിൽ തന്ത്രിക്ക് നേരിട്ട് പങ്കുള്ളതായി SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. സ്വർണ്ണമോഷണത്തെക്കുറിച്ച് കൃത്യമായി അറിയാമായിരുന്നെന്ന് തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ രാജീവർ സമ്മതിച്ചു. ദ്വാരപാലക ശില്പപാളി കേസിലും കട്ടികപ്പാളി കേസിലും തന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ട് എന്നതിന് തെളിവും മൊഴിയും SIT നേരത്തെ ലഭിച്ചിരുന്നു. പഴയ കൊടിമരത്തിലെ വാജിവാഹനം നടത്തിയ കേസിലും കണ്ണൻ രാജീവർക്കെതിരെ നിർണായക തെളിവുകളുണ്ട്. കൂടുതൽ വ്യക്തതയ്ക്കായി തന്ത്രിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. കണ്ണൻ രാജീവർക്ക് സ്വർണ്ണമോഷണ കേസിലെ മുഖ്യപ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനൻ എന്നിവയുമായി സാമ്പത്തിക ഇടപാടുകളുണ്ട്. പലപ്പോഴായി വൻ തുകകൾ കൈപ്പറ്റിയതായാണ് വിവരം. ഇവർ പരിചയപ്പെടുത്തിയ മറ്റ് ചിലർ വഴിയും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിൻ്റെ ഊർജ്ജ തെളിവുകൾ SITക്ക് ലഭിച്ചു. ഇത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്ന കേരളത്തിന് പുറത്ത് ചില ബിസിനസ്സുകളിലും കണ്ണൂർ രാജീവർക്ക് നിക്ഷേപമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2004 ശബരിമലയിൽ എത്തിച്ചത് അന്നത്തെ ശബരിമല തന്ത്രിയുടെ ചുമതലയിലുണ്ടായിരുന്ന കണ്ണൂർ രാജീവരാണ്. പാലിയേറ്റീവ് വാരാചരണം. ഗൃഹകേന്ദ്രീകൃത പരിചരണവുമായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പാലിയേറ്റീവ് വാരാചരണത്തിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യന്റെ നേതൃത്വത്തിൽ ഗൃഹകേന്ദ്രീകൃത പരിചരണം നടത്തി. ഇരുവേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സെക്കൻഡറി പാലിയേറ്റീവ് ഹോം കെയറിന്റെ ഭാഗമായിരുന്ന ഗൃഹസന്ദർശനം. പാലിയേറ്റീവ് വാരാചരണത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ ക്യാമ്പയിൻ പരിപാടികളും ഹോം കെയറിന്റെ ഭാഗമായി ജില്ലാതല ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പരിചരണത്തിലുള്ളവരുടെ വീടുകളിൽ ഗൃഹസന്ദർശനവും നടത്തുന്നുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സർക്കാർ ആശുപത്രികളും ചേർന്ന് ജില്ലയിലുടനീളം പാലിയേറ്റീവ് കുടുംബ സംഗമങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാണി രഘുനാഥ്, പഞ്ചായത്ത് അംഗം K ഷെമ്മി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K മായ, സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് KS രേഷ്മ, RGSA കോർഡിനേറ്റർ TM സുരമ്യ എന്നിവർ അടങ്ങുന്ന ടീം ഹോം കെയർ പരിചരണത്തിൽ പങ്കെടുത്തു. പാലിയേറ്റീവ് ഗ്രിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ജില്ലയിലെ പാലിയേറ്റീവ് സന്നദ്ധ സംഘടനകളുടെ ജില്ലാതല യോഗം ജനുവരി 28 രാവിലെ 11 മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും. പയ്യന്നൂർ ഫണ്ട് വിവാദം. V കുഞ്ഞികൃഷ്ണനെ തള്ളി പാർട്ടി, കടുത്ത നടപടിക്ക് സാധ്യത. പയ്യന്നൂർ MLA TA മധുസൂദനെതിരെ ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനെതിരെ പാർട്ടിയിലും പുറത്തും പ്രതിഷേധം ശക്തം. പാർട്ടിയുടെ നിലപാടിന് യോജിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ ഒരു രീതിയിലും വെച്ചു പൊറപ്പിക്കില്ലെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും മുൻ ജില്ലാ സെക്രട്ടറി MV ജയരാജനും അറിയിച്ചിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച് CPM ഫണ്ട് തട്ടിപ്പ് നടത്തുന്ന പാർട്ടിയാണെന്ന് കുഞ്ഞികൃഷ്ണൻ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണെന്ന് MV ജയരാജൻ പറഞ്ഞു. അതേസമയം കണക്കുകൾ അവതരിപ്പിക്കുന്നതിൽ ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്നും അതിൽ അന്വേഷണം നടത്തി നടപടികൾ ഇതിനോടകം സ്വീകരിച്ചതാണെന്നും ജയരാജൻ വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ ശത്രുക്കളുടെയും കോടാലി കൈയായി മാറുന്ന തരത്തിലാണ് കുഞ്ഞികൃഷ്ണന്റെ നടപടിയെന്നും CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഉന്നയിച്ച ആക്ഷേപങ്ങൾ പാർട്ടി തള്ളിക്കളഞ്ഞു.
ആരോപണങ്ങൾ പാർട്ടി മുമ്പ് അന്വേഷിച്ചതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിയെ ബഹുജന മാധ്യമത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് എതിരാളികൾക്ക് കടന്നാക്രമിക്കാൻ ആയുധം നൽകുന്ന കുഞ്ഞികൃഷ്ണന്റെ പ്രവർത്തികൾ അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും രാഗേഷ് വ്യക്തമാക്കിയിരുന്നു. പാർട്ടിക്ക് പാർട്ടിയുടേതായ രീതിയിലുണ്ട്. തെറ്റായ ഒരു കാര്യവും പാർട്ടിക്കകത്ത് വെച്ച് പൊറുപ്പിക്കില്ല. അതിൽ യാതൊരു സംശയവും വേണ്ട. പാർട്ടിയുടെ ബന്ധപ്പെട്ട കമ്മിറ്റികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതുകൊണ്ട് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ തത്വത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സംഗതിയെയും പാർട്ടി അംഗീകരിക്കില്ല, വെച്ച് പൊറുപ്പിക്കില്ല. കുഞ്ഞീഷ് സ്വീകരിച്ച സമീപനം എന്താ? ഞാൻ ഒഴിച്ച് മറ്റെല്ലാവരും കള്ളന്മാർ. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം. അദ്ദേഹം തുറന്നു പറഞ്ഞു എന്ന് പറയുന്ന കാര്യം പാർട്ടിയെ തകർക്കാൻ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു കാര്യമാണ്. എലിയെ പിടിക്കാൻ ഇല്ലം ചുടുന്നത് പോലെയാണ് അദ്ദേഹം എടുത്ത സമീപനം. മാത്രമല്ല, അദ്ദേഹം അടക്കം പാർട്ടി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് രണ്ട് കമ്മീഷനുകളുടെയും റിപ്പോർട്ട് ചർച്ച ചെയ്ത് പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചത്. പാർട്ടിയുടെ ഒരു രീതി, സംഘടനാപരമായിട്ടുള്ള രീതി, പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ നിലപാടിനോടൊപ്പമല്ലാതെ പാർട്ടിയിൽ നിലനിൽക്കുന്ന വ്യവസ്ഥകളനുസരിച്ച് മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന പാർട്ടിയാണ്. ഒരു ഫണ്ട് തട്ടിപ്പും ഉണ്ടായിട്ടില്ല. സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥിയായ ഒരാൾ റിസീറ്റ് അച്ചടിക്കുക, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി രൂപീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് റിസീറ്റ് അച്ചടിക്കുന്നത്, വരവ് ചെലവ് കണക്കുകൾ നോക്കുന്നത്. അതെല്ലാം ഞങ്ങൾ വിശദമായി തെരഞ്ഞെടുപ്പിൻ്റെ വരവ് ചെലവ് കണക്ക് പരിശോധിച്ചതാണ്. അതിലൊരു ധനാപകരണം ഉണ്ടായിട്ടില്ല. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി എൻ്റെ പേരിൽ നടപടി എടുത്തേക്കൂ, അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അത് പാർട്ടി പരിശോധിക്കേണ്ടതല്ലേ. അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതാണ് വ്യക്തിയും പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം. പാർട്ടി അത് കൂട്ടായി ചർച്ച ചെയ്തിട്ടാണ് നിലപാട് സ്വീകരിക്കുക. പാർട്ടി അത് കൂട്ടായി ചർച്ച ചെയ്ത് കണ്ണൂർ ജില്ലാ പാർട്ടി തീരുമാനമെടുക്കുന്നു. വീഴ്ച വരുമ്പോൾ ഉത്തരവാദിത്തം നിർവഹിച്ചിരുന്ന 2 ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തി ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയാണ് അന്ന് ചെയ്തത്. അല്ല, ധനാപകരണം നടന്നിട്ടില്ലല്ലോ. ധനാപകരണം നടന്നെങ്കിൽ മാത്രമല്ലേ അദ്ദേഹത്തിൻ്റെ വാദം പ്രസക്തമാവുന്നുള്ളൂ. എന്ന് മാത്രമല്ല, പിണറായിയും കോടിയേരിയും MP ഗോവിന്ദൻ മാഷും അടക്കമുള്ള ഉയർന്ന നേതാക്കന്മാർ തട്ടിപ്പിന് കൂട്ടുനിൽക്കുമെന്ന് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒരൊറ്റയാളും വിശ്വസിക്കൂല. എന്തായാലും നമ്മെ അകാലത്തിൽ വിട പറഞ്ഞ് ആ ദുഃഖമെല്ലാം പേറുന്ന ജനങ്ങളുടെ മുമ്പാകെ കോടിയേരിയുടെ പേര് അദ്ദേഹം ഉൾപ്പെടുത്തിയത് അങ്ങേയറ്റം തെറ്റായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ രീതി എന്താ? ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കള്ളന്മാർ. ഈ നിലപാട് അദ്ദേഹം മാറ്റാത്തിടത്തോളം കാലം അദ്ദേഹം എടുക്കുന്ന നിലപാട് അദ്ദേഹത്തിന് തന്നെ വിലയാവും. തലശ്ശേരിയിൽ നോളജ് റിപ്പോസിറ്ററി സെന്റർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ജനസൗഹൃദ മുഖം നൽകി പോലീസ് സ്റ്റേഷൻ എന്ന പഴയ സങ്കല്പം തന്നെ മാറിയ കാലഘട്ടമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പോലീസ് സേനയുടെ പ്രൊഫഷണൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും സേനയെ ആധുനികവൽക്കരിക്കുന്നതിനുമായി തലശ്ശേരി സബ് ഡിവിഷണൽ പോലീസ് ഓഫീസർ സജ്ജമാക്കിയ അത്യാധുനിക നോളജ് റിപ്പോസിറ്ററി സെറ്റിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ കഴിഞ്ഞ 10 വർഷ കാലയളവിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ അഭിമാനകരമായ മാറ്റങ്ങളാണ് ഉള്ളതെന്ന്, ഇന്ന് പരാതിയുമായി വരുന്നവർക്ക് അസൗകര്യങ്ങൾ ഇല്ലാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധ നൽകുന്നതോടൊപ്പം അവരെ സഹായിക്കാൻ ഹെൽപ്പ് ഡെസ്ക് സൗകര്യങ്ങളുമുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.